ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ അമൃത്സറിൽ നിന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറായ അത്താരി വാഗ ബോർഡറിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ ബോർഡർ സെറിമണി കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഞങ്ങൾക്ക് ആക്ച്വലി വാഗ ബോർഡർ സെറിമണി കാണാൻ വേണ്ടി VIP പാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി BSFൻ്റെ 2 ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 3 മണിയാകുമ്പോഴത്തേക്കും ഖാസ എന്ന് പറയുന്ന സ്ഥലത്തുള്ള BSF ക്യാമ്പസിൻ്റെ ഗേറ്റ് നമ്പർ 3 എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. BSF ക്യാമ്പസ് ഖാസ. അമൃത്സറിൽ നിന്ന് 13 കിലോമീറ്ററാണ് BSF ക്യാമ്പസ് ഖാസയിലേക്കുള്ള ദൂരം. അമൃത്സറിൽ നിന്ന് വാഗ ബോർഡറിലേക്കുള്ള ടോട്ടൽ ദൂരം 32 കിലോമീറ്ററാണ്. അപ്പം 32 കിലോമീറ്ററും റോഡ് ഇതേപോലെ നല്ല ക്ലീൻ ആൻഡ് മെയിൻറ്റെയിൻഡ് റോഡ്സാണ് അമൃത്സറിൽ നിന്ന് വാഗ ബോർഡർ വരെയുള്ള റോഡ്. അപ്പോൾ BSF ആയാലും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആയാലും അത്രയും ക്ലീൻ ആയിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ഈ റോഡ് സൂക്ഷിച്ചിരിക്കുന്നത്. ആക്ച്വലി 4 ലൈൻ ഹൈവേ ആണ്. അപ്പോൾ അത്രയും നന്നായിട്ടാണ് റോഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പഞ്ചാബ് സ്റ്റേറ്റ് വാർ ഹീറോസ് ആൻഡ് മെമ്മോറിയൽ മ്യൂസിയം ആണ്. പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടുള്ള ഒരു വാർ മെമ്മോറിയലാണത്. 100 രൂപയാണ് അവിടുത്തെ എൻട്രി ഫീസ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ അത് ഓപ്പൺ ആണ്. ബോർഡർ സെക്യൂരിറ്റി പോസ്റ്റ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ഗേറ്റ് നമ്പർ 1. അടുത്തത് BSF ഗേറ്റ് നമ്പർ 2. ഗേറ്റ് നമ്പർ 3. അങ്ങനെ ഞങ്ങൾ BSF ക്യാമ്പസ് ഖാസയുടെ ഗേറ്റ് നമ്പർ 3 ഇവിടെയാണ് ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ SI ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം വരാൻ വേണ്ടി ഒത്തിരി താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വന്നു. ഇനിയിപ്പോൾ ഞങ്ങളതേ വാഗ ബോർഡറിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് 18 കിലോമീറ്ററാണ് ആക്ച്വലി അത്താരി വാഗ ബോർഡറിലേക്കുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BSFൻ്റെ ഒരു SIയും അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസറും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ജിപ്സി മുമ്പിൽ പോകുന്നുണ്ട്. അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബോർഡർ ശരിക്കും അറിയപ്പെടുന്നത് അത്താരി വാഗ ബോർഡർ എന്നാണ്. അപ്പോൾ അത്താരി എന്നുള്ളത് ഇന്ത്യൻ സൈഡിലുള്ള പേരും വാഗ എന്നുള്ളത് പാകിസ്ഥാൻ സൈഡിലുള്ള പേരുമാണ്. ഇപ്പം കോമൺ ആയിട്ട് വാഗ ബോർഡർ എന്നറിയപ്പെടുന്നതെന്നുള്ളൂ. ആക്ച്വൽ നെയിം അത്താരി വാഗ ബോർഡർ എന്നുള്ളതാണ്. അതൊക്കെ ഇപ്പോൾ സൈഡിൽ കൊയ്ത്ത് കഴിഞ്ഞ ഗോതമ്പ് പാടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 1959 ഇങ്ങനെയൊരു വാഗ ബോർഡർ സെറിമണി ആദ്യമായിട്ട് ആരംഭിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബ്രദർഹുഡിൻ്റെയും അതേപോലെ തന്നെ റൈവലറിൻ്റെയും ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഈ വാഗ ബോർഡർ സെറിമണിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ ഒരു ടോൾ ബൂത്താണ്. നിങ്ങൾ വാഗ ബോർഡറിലെത്തുന്നതിന് മുമ്പേ ഉള്ള ഒരേ ഒരു ടോൾ ബൂത്താണിത്. ഇത് ആക്ച്വലി അത്താരി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നതെങ്കിലും അത്താരി എന്നുള്ള വില്ലേജ് വാഗ ബോർഡറിന് 3 കിലോമീറ്റർ മുമ്പേ അവസാനിച്ചു. ആക്ച്വലി വാഗ ബോർഡർ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സ്ഥലത്തിൻ്റെ പേര് ഹാഡോ രത്തൻ ലാൻഡ് എന്നാണ് ടെക്നിക്കലി പറയുവാണെങ്കിൽ. പക്ഷെ നോർമലി അത്താരി എന്നറിയപ്പെടുന്നേ ഉള്ളൂ. എല്ലാ ദിവസവും സൂര്യാസ്തമയത്തിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഫ്ലാഗ് ലോവറിംഗ് സെറിമണിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അതിനു മുമ്പായിട്ടാണ് ഈ പരേഡ് മുഴുവൻ നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സൈൻ ബോർഡ് കാണാൻ സാധിക്കും. ഇവിടുന്ന് ഇസ്ലാമാബാദിലേക്കുള്ള ദൂരം 322 കിലോമീറ്ററും ലാഹോറിലേക്കുള്ള ദൂരം 24 കിലോമീറ്ററും വാഗ ബോർഡറിലേക്കുള്ള ദൂരം 2 കിലോമീറ്ററുമാണ്. ഇത് എല്ലാ ദിവസവും നടക്കുന്ന പരേഡാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അപൂർവം ചില സന്ദർഭങ്ങളിൽ പരേഡ് ക്യാൻസൽ ചെയ്തു. അതിലൊന്നാണ് 2014 നടന്ന വാഗ ബോർഡർ സൂയിസൈഡ് അറ്റാക്കിൻ്റെ സമയം. ഇന്നും ഒന്നുള്ളത് 2019 ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫിൻ്റെ സമയത്ത് ഇന്ത്യയുടെ വിങ് കമാൻഡറായിരുന്ന അഭിനന്ദൻ വർദ്ധമാനെ ഇന്ത്യക്ക് തിരിച്ച് കൈമാറിയ സമയത്ത്. അങ്ങനെ അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമേ വാഗ ബോർഡർ സെറിമണി ക്യാൻസലായിട്ടുള്ളൂ. വാഗ ബോർഡറിൽ കൂടാണ്ട് ഇന്ത്യയുടെ മറ്റ് ചില ബോർഡറുകളിലും ഇതേപോലെ പരേഡുകൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് ഇത്രയും ഫേമസ് അല്ല, ഇത്രയും പ്രസ്റ്റീജിയസും അല്ല. അതിലൊന്നാണ് പഞ്ചാബിലെ ഫസിൽക്ക എന്നുള്ള സ്ഥലത്തുള്ള മഹാവീർ സാദ്കി ബോർഡറിൽ നടക്കുന്ന പരേഡ്. അതേപോലെ രാജസ്ഥാനിലെ ബാർമർ ഡിസ്ട്രിക്റ്റിലുള്ള മുനാബോ ഖോക്രാപ്പർ ബോർഡർ സെറിമണി. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അത്താരിയിലുള്ള ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റാണ്. നമ്മൾ വാഗ ബോർഡറിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് കാണാം. അതിപ്പോൾ പാസ് ഇല്ലാണ്ട് നമ്മൾ വാഗ ബോർഡറിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാലറിയിൽ ഇരുന്നിട്ട് പരേഡ് വീക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ കുറേ നേരത്തെ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അത്രയും ദൂരം നടന്നു വരണം.
അതിനനുസരിച്ച് നേരത്തെ നമ്മൾ എത്തുകയും വേണം, കാരണം അതിന് വേണ്ടിയിട്ട് വലിയ ക്യൂ ആണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്ത് വരുന്നത് നല്ലത്. ഇപ്പോൾ മുമ്പിൽ കാണുന്നത് ഞങ്ങളുടെ കൂടെയുള്ള BSF ഓഫീസേഴ്സിൻ്റെ ജിപ്സിയാണ്. അപ്പോൾ അവർ ഞങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് തരാണ്. ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ വാഗാബോർഡറിൻ്റെ തൊട്ടടുത്തായി. ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഹനി പറഞ്ഞ മാതിരി നമുക്കിപ്പോൾ ഇവിടുന്ന് ഇന്ത്യേൻ്റെയും പാകിസ്ഥാൻ്റെയും ഫ്ലാഗ് ഒരേ ലൈനിൽ കാണാം. അപ്പോൾ നമ്മൾ ബോർഡറിൻ്റെ അത്രയും തൊട്ടടുത്താണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് സ്പേസിൽ എത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒത്തിരി ദൂരം നടക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതേ ബോർഡറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. ഇത് അദ്ദേഹമാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന BSFൻ്റെ ഓഫീസർ. അദ്ദേഹം ഞങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ബോർഡറിൻ്റെ നടുവിൽ ഹോൾ ബോർഡറിൽ കുറച്ച് കാലി സ്പേസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ 0 ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതൊക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനെ ഞങ്ങൾ ബോർഡറിൻ്റെ മുമ്പിലെത്തി. അതാണ് ഇന്ത്യയുടെ സുവർണ ജയന്തി ഗേറ്റ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇന്ത്യയുടെ 50ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് ഉണ്ടാക്കിയ ഒരു ഗേറ്റാണ് ഈ സുവർണ ജയന്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണെങ്കിൽ വാഗാ ബോർഡറിൻ്റെ മുഴുവൻ ഒരു പനോരമിക് വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇന്ത്യയുടെ ഒരു അഭിമാനമായിട്ട് വാഗാ ബോർഡറിൽ പാകിസ്ഥാൻ്റെ മുമ്പിൽ തല ഉയർത്തി നിൽപ്പുണ്ട്. ഇവിടെ സ്വർണ്ണ ജയന്തി ദ്വാറിൻ്റെ മുമ്പിലായിട്ട് നമുക്ക് BSFൻ്റെ അമ്യൂണിഷൻ്റെയൊക്കെ ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാൻ അതിനുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ വാഗാ ബോർഡറിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോർമലി സമ്മർ ടൈമിൽ പരേഡ് നടക്കുന്നത് 4:15 മുതലാണ്, വിൻ്ററിൽ 4 മണി മുതലും. അപ്പം നമ്മൾ മിനിമം ഒരു 1-2 മണിക്കൂർ മുമ്പെങ്കിലും എത്താൻ വേണ്ടി ശ്രമിക്കുക. അത് VIP പാസ് ഉണ്ടെങ്കിൽ. VIP പാസ് ഇല്ലാണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ 3-4 മണിക്കൂർ മുമ്പേ ഒക്കെ വരണം. അല്ലെങ്കിൽ പിന്നെ വലിയ ക്യൂ ആയിരിക്കും അകത്ത് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾക്ക് VIP പാസ് ഉണ്ടായിട്ട് പോലും ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ടാണ് അകത്ത് കയറിയത്. ഞങ്ങളുടെ കൂടെ അദ്ദേഹം സഹായിക്കാനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു, നല്ലോണം ആക്സസിബിൾ ആയിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരുന്നതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യം. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് തന്നെ പറയാം, അവിടെ ഗേറ്റിൻ്റെ അകത്ത് കയറി. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ നേരെ പാകിസ്ഥാൻ്റെ ഗേറ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ഗേറ്റിൻ്റെ നടുക്കൊരു സ്ഥലമുണ്ട് ബോർഡറിൽ അല്ലാണ്ട്. അതിനെയാണ് നമ്മൾ 0 ലൈൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ ഗ്യാലറിയിലിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ആക്ച്വലി പരേഡ് തുടങ്ങുന്നതിന് ഒരു 1.5 മണിക്കൂർ മുമ്പേക്ക് എത്തി. പക്ഷെ എന്നിട്ട് അപ്പോഴത്തേക്ക് തന്നെ ഏതാണ്ട് എല്ലാം ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും പ്ലഡ്ജ് നടക്കുകയാണ്. ഇന്ത്യയുടെ ദേശഭക്തി ഗാനങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ 2 സൈഡിലും ഗ്യാലറി ഉണ്ട്. ആ ഗ്യാലറിയിൽ വെച്ചിട്ടാണ് നമുക്ക് പരേഡ് കാണാൻ സാധിക്കുക. ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഗേറ്റിന് മുമ്പിൽ. അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ്റെ ഇടയിലുള്ള സുരക്ഷ വെച്ചിട്ടാണ് 2014 ഇപ്പോൾ ഉണ്ട്. ഇതാണ് പാകിസ്ഥാൻ്റെ ഇന്ത്യയുടെ ഗേറ്റ്. ഇവിടെയാണ് ഫ്ലാഗ് ലോവറിങ് സെറിമണി നടക്കുന്നത്. ബീറ്റിംഗ് ദ റിട്രീറ്റ് പരേഡിൻ്റെ അവസാനം എല്ലാ ദിവസങ്ങളിലും സൺസെറ്റിന് മുമ്പായിട്ട് ബീറ്റിംഗ് ദ റിട്രീറ്റ് സെറിമണി നടക്കുന്ന സ്ഥലം. ഞങ്ങളവിടെ നിന്ന് അദ്ദേഹം ഞങ്ങളവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഞങ്ങൾ ഗ്യാലറിയിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി താഴെയുള്ള സീറ്റുകളിലൊക്കെ ഇരിക്കാൻ സ്ഥലം അവൈലബിൾ ആയിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു നമ്മളൊരു 4th റോ അല്ലെങ്കിൽ 5th റോയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പാകിസ്ഥാൻ്റെ സൈഡിൽ നടക്കുന്ന പരേഡും അതേപോലെ കാണാം. അപ്പം നമ്മുടെ ഇന്ത്യൻ സൈഡിൽ നടക്കുന്നത് പോലെ തന്നെ സെയിം പരേഡ് പാകിസ്ഥാൻ സൈഡിലും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 4th റോ അല്ലെങ്കിൽ 5th റോയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇന്ത്യയുടെ പരേഡും പാകിസ്ഥാൻ്റെ പരേഡും വിറ്റ്നസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4ാമത്തെ റൂലാണ് ഇരുന്നത്. അപ്പോൾ അത് പുറകിൽ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട സ്വർണ്ണ ജയന്തി ഗേറ്റിൻ്റെ അകത്തുള്ള ഭാഗം. ഇത് പരേഡ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് അവിടെയുള്ള
ഡാൻസ് ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകളെയൊക്കെ വിളിച്ചിട്ട് ദേശഭക്തി ഗാനത്തിൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതാണിത്. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും പോവാം. പക്ഷേ മുഴുവൻ പരേഡ് പാത്ത് വേയിൽ പറ്റില്ല. പകുതി വഴിയിൽ അവർ ഒരു റോപ്പ് കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ വരെ നിന്ന് നമുക്ക് അവിടെ പ്ലേ ചെയ്യുന്ന ദേശഭക്തി ഗാനത്തിനനുസരിച്ച് ഡാൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവേണ്ടത് ഇപ്പോൾ പരേഡ് തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പേ തന്നെ മുഴുവൻ ഗ്യാലറിയും ഫില്ലായിരിക്കുകയാണ്. അത്രയും ആയിരക്കണക്കിന് ജനങ്ങളാണ് ഓരോ ദിവസവും ബീറ്റിംഗ് ദ റിട്രീറ്റ് സെറിമണി കാണാൻ വേണ്ടിയിട്ട് വാഗാ ബോർഡറിൽ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈറ്റബിൾസൊക്കെ കിട്ടും, വെള്ളവും ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ. പക്ഷെ നിങ്ങൾ പ്രത്യേകിച്ച് സമ്മറിലാണ് പോകുന്നുണ്ടെങ്കിൽ വാട്ടർ ബോട്ടിലൊക്കെ കൂടെ കരുതുന്നതായിരിക്കും നല്ലത്. ഇത് പാകിസ്ഥാൻ സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ്. എൻ്റെ അഭിപ്രായത്തിൽ കമ്പാരിറ്റീവ്ലി ആൾക്കാർ കുറവാണ് അവിടെ. പക്ഷേ സീറ്റിംഗ് കപ്പാസിറ്റിയും അവിടെ കുറവാണ്. ഇതിപ്പോൾ പരേഡ് തുടങ്ങാനുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പരേഡിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എത്ര സമയം വീഡിയോ കണ്ടതിന് നന്ദി. പരേഡ് കാഴ്ചകളുമായിട്ട് പുതിയ വീഡിയോയിലേക്ക് വരുന്നത് വരയ്ക്കും ബൈ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.